പ്രിയമുള്ളവരെ, പേജർ ആക്രമണാനന്തര വാർത്താ പരിസരം അത്യധികം രസാവഹമായിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. മാധ്യമപ്പട ഒന്നടങ്കം ഈ പേജർ ആക്രമണത്തിൻ്റെ പിന്നിലെ കാര്യകാരണങ്ങളുടെ പിന്നാലെയായിരുന്നു. കിട്ടാവുന്ന വാർത്തകൾ പരമാവധി ശേഖരിച്ചെടുത്ത് പൊടിപ്പും തൊങ്കലും വച്ചും അല്ലാതെയും അവർ നമ്മുടെ അരികിലേക്ക് എത്തിച്ചു. ഈ കൂടെ ഒരു മലയാളി സാന്നിധ്യം ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച വാർത്ത വന്നതോടുകൂടി സ്വാഭാവികമായും ഇന്ത്യയിലെ മാധ്യമങ്ങളും ഉണർന്നു. റോയിട്ടേഴ്സ് പോലെയുള്ള ആഗോള മാധ്യമ സ്ഥാപനങ്ങൾ പോലും ഇതിൽ വലിയ താല്പര്യമെടുത്തപ്പോൾ നമ്മുടെ സാമൂഹ്യ മാധ്യമ ലോകമടക്കം എല്ലാവരുടെയും കണ്ണ് ഇപ്പോൾ വയനാട്ടിലെ മാനന്തവാടിയിലേക്കും അതുപോലെ ബൾഗേറിയയിലേക്കും തായ്വാനിലേക്കും ഹംഗറിയിലേക്കുമൊക്കെ ഒരുപോലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ തത്വമയി ന്യൂസ് എന്നറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ചാനൽ ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ ഇസ്രയേലിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഇടപെടലാണ് എന്ന രൂപേണ ഒരു വിശകലനം നടത്തിക്കണ്ടു. വാസ്തവത്തിൽ എത്ര തമാശയായിട്ടാണ് ഒരു വിഷയത്തെ ഇങ്ങനെയുള്ള മാധ്യമ സുഹൃത്തുക്കൾ അഭിമുഖീകരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. കാരണം ലബനൻ്റെ തൊട്ടടുത്തുള്ള ഇസ്രയേൽ എന്ന രാജ്യത്തിന് അവരുടെ ചിരകാല ശത്രുക്കളായിട്ടുള്ള ഈ ഹിസ്ബുള്ളയെ നേരിടാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഇത്തരത്തിലെ ഒരു പ്രത്യക്ഷ സഹായം സ്വീകരിക്കേണ്ടി വരും എന്നത് അത്ര വിശ്വസനീയമായ സംഭവമല്ല. മാത്രമല്ല, ഇന്ത്യ പോലെ പ്രഖ്യാപിതമായ നിലപാടുള്ള ഒരു രാജ്യം ഇത്തരം യുദ്ധങ്ങളിൽ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ പങ്കാളിയാകാൻ ഇഷ്ടപ്പെടുന്നുമില്ല. അത് രാജ്യാന്തര നിയമങ്ങൾക്ക് വിരുദ്ധവുമാണ്. എന്നാൽ മറ്റു ചില ധാരണകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ സഹകരിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷേ ഈ ഓപ്പറേഷൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വമൊന്നും നമ്മുടെ രാജ്യത്തിന് ഏറ്റെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഇസ്രയേൽ അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഈ ചെയ്ത പ്രവൃത്തി കൊണ്ട് ചില ഗുണങ്ങൾ ഉണ്ടാകേണ്ടത് അവരുടെ രാഷ്ട്രീയപരമായ ഒരാവശ്യകത കൂടിയാണ് നെതന്യാഹുവിൻ്റെ. ആ ഘട്ടത്തിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇന്ത്യക്കാണെന്ന രൂപേണ ഉള്ള വിശകലനം തികച്ചും നിയമവിരുദ്ധവും തെറ്റായ ഒന്നുമായിട്ട് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇതിനിടയിൽ നമ്മുടെ സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഒരു സഹോദരൻ റിൻസൺ ജോസ് എന്ന് അദ്ദേഹത്തിൻ്റെ പേരറിയപ്പെടുന്നു. പോണ്ടിച്ചേരിയിലും കേരളത്തിൻ്റെ പലയിടങ്ങളിലുമായി അദ്ദേഹം പഠനം നടത്തുന്നു. ലണ്ടനിലേക്ക് തിരിക്കുന്നു, ഉപരിപഠനം നടത്തുന്നു. അദ്ദേഹം അവിടെ നിന്ന് ക്രമേണ അടുത്ത നോർവീജിയ കേന്ദ്രമാക്കി പ്രവർത്തന മേഖല മാറ്റുന്നു. അദ്ദേഹം ഒരു കമ്പനി നടത്തുന്നു എന്ന് മാധ്യമങ്ങളും, അല്ല കമ്പനി ജീവനക്കാരനെന്ന് അദ്ദേഹത്തിൻ്റെ മാതൃ സഹോദരൻ മാധുലൻ ശ്രീ തങ്കച്ചനും അഭിപ്രായപ്പെടുന്ന വാർത്തകൾ നമ്മൾ കണ്ടു. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഈ റിൻസൺ ജോസിൻ്റെ ഈ കാര്യത്തിലെ റോള് എന്നുള്ള ഒരു അന്വേഷണം സ്വാഭാവികമാണ്. അതിന് ഈ തത്വമയി ന്യൂസ് അവതരിപ്പിച്ച വാർത്തയ്ക്ക് സമാന്തരമായി പുറത്ത് ഈ ഹിസ്ബുള്ളയെ തകർക്കുന്നതിൽ ക്രിസംഗികൾ ഇടപെടുന്നു എന്ന രൂപേണ ചില ക്ലബ് ഹൗസ് ചർച്ചകളും കണ്ടു. അധികം പേരായി ചർച്ച ചെയ്യാനൊന്നുമില്ല, 4-3-7 പേരേ ഉള്ളൂ. പക്ഷേ ഈ ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ ഒരു കാര്യം അറിയേണ്ടത്, ഈ രാജ്യത്തിലെ ക്രൈസ്തവർക്ക് ഈ ഹിസ്ബുള്ളയോടോ അല്ലെങ്കിൽ ഹമാസിനോടോ ഏതെങ്കിലും തരത്തിൽ എതിരുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതൊരു ഭീകരത എന്ന നിലയിലാണ്. മതപരമായ അതിൻ്റെ എലമെൻറ്റുകൾ ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിനാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും റിലീജിയസ് ഇസ്ലാമിനെയും ഒരുപോലെ കാണേണ്ടി വരുന്നു എന്നുള്ള ഒരു സത്യം കിടപ്പുണ്ട്. അതിനർത്ഥം ഈ ഹിസ്ബുള്ളയെ ഏതെങ്കിലും തരത്തിൽ ഇല്ലായ്മ ചെയ്യത്തക്ക വിധം ഒരു ക്രിസ്ത്യൻ താല്പര്യം അതിൻ്റെ പിന്നിൽ അങ്കുരിക്കും എന്ന നരേഷൻ ഒരു ഘട്ടത്തിലും അത് യാഥാർത്ഥ്യമായി ഭവിക്കില്ല. കാരണം എന്തെന്നാൽ ഇതിനെ നേരിടാനുള്ള കൃത്യമായ പദ്ധതി ഇസ്രയേലിനുണ്ട് എന്ന് തന്നെയാണ്. അതിന് ഏതെങ്കിലും മതസംഘടനയുടേതോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെയോ പിന്തുണ കൂടാതെ അവർക്കിത് അനായാസേന കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ അപ്പോൾ ചോദിക്കും, ഹമാസ് ആകട്ടെ ഹിസ്ബുള്ളയാകട്ടെ അവരെ നിശേഷം നശിപ്പിക്കാൻ എന്തുകൊണ്ട് ഇസ്രയേലിന് കഴിയുന്നില്ല? അതിനാദ്യം മനസ്സിലാക്കേണ്ടത്,
ഈ ഹിസ്ബുള്ളയോ ഇനി യമനിലെ ഹുദ്ദി വിമതരോ അതുമല്ലെങ്കിൽ ഹമാസോ നിലകൊള്ളുന്നത് വാസ്തവത്തിൽ ബഹുജനങ്ങൾക്കിടയിലാണ്. ആയിരക്കണക്കിനായ ലക്ഷക്കണക്കിനായ മനുഷ്യർക്കിടയിൽ അവർ അക്രമകാരികളായി ഭവിക്കുമ്പോൾ ജനസാമാന്യങ്ങൾക്ക് കൂടി ഇവർ നടത്തുന്ന ആക്രമണത്തിൽ പരിക്ക് പറ്റാനും കൊല ചെയ്യപ്പെടാനും അങ്ങനെ കാഷ്വാലിറ്റി വൻതോതിലുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ജനസാമാന്യങ്ങളെ യുദ്ധത്തിൽ വധിക്കരുത് എന്നുള്ള അന്താരാഷ്ട്ര നീതിബോധത്തിൻ്റെ ഒക്കെ ഒരു ലംഘനമായി മാറും. എന്നാലും ഇതൊക്കെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നതും സത്യമാണ്. ഇത്തരം കാര്യകാരണങ്ങൾ മുൻനിർത്തിയിട്ടാണ് വിട്ടുവീഴ്ചയോടുകൂടിയ ഒരു പ്രഹരത്തിന് ഇസ്രായേൽ പലപ്പോഴും ഒരുങ്ങുന്നത്. വിട്ടുവീഴ്ചയോടുകൂടി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കിന്നറിയാം ഹമാസിൻ്റെ പ്രമുഖ നേതാക്കളുടെ ഒക്കെ ജീവിതാവസ്ഥ എന്താണെന്നും അവർക്ക് പൊതുജനസമക്ഷം ഇറങ്ങിയൊന്നും പഴയ പോലെ പ്രവർത്തിക്കാനാവില്ല എന്നും അവർ തുടങ്ങി വെച്ച ഒരു പ്രോജക്റ്റുകളും ഇസ്രായേലിനെതിരെ വിജയിക്കുന്നില്ലെന്നും ഒക്കെ മനസ്സിലായി കഴിഞ്ഞു. ഇസ്രായേൽ എവിടെയെങ്കിലും പരാജയം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മൗദൂദി ചാനലായ മീഡിയ വണ്ണിൻ്റെ വൈകുന്നേരത്തെ ചർച്ചയിൽ ശ്രീ ദാവൂദും മിസ്റ്റർ അജിംസും നിഷാദ് റാവുത്തറും ഒക്കെ ചേർന്ന് തോൽപ്പിക്കുന്നതല്ലാതെ കാര്യമായ ഒരു ക്ഷീണമൊന്നും ഇതേവരെ നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ നിഷാദ് റാവുത്തർക്കോ അല്ലെങ്കിൽ ദാവൂദിനോ അജിംസിനോ അതുമല്ലെങ്കിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിനോ PJ വിൻസെൻറ്റിനോ ഒക്കെ ഇവിടെ ഇരുന്ന് നിരീക്ഷണം നടത്തുന്നത് പോലെയല്ല യാഥാർത്ഥ്യമെന്ന് അവർക്കും അറിയാം. ഇസ്രായേൽ പോലെ അഡ്വാൻസ്ഡായ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു രാജ്യത്തോട് അങ്ങനെ പടപൊരുതി ജയിക്കാനുള്ള ശേഷിയൊന്നും വാസ്തവത്തിൽ ഈ ഭീകര സംഘടനകൾക്കില്ല. അവർക്ക് ചില നാശം വിതയ്ക്കാൻ സാധിക്കും. അതവർ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അവർ മറ്റ് ഇറാൻ പോലെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇത്തരം ആക്ടിവിറ്റികളിൽ നിരന്തരം ഏർപ്പെടുന്നുണ്ട്. ഇതൊക്കെ സത്യമാണ്. പക്ഷെ അപ്പുറത്ത് അവർ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രത്തിൻ്റെ സൈനിക ശക്തിയും ബുദ്ധിശക്തിയും എത്രത്തോളം എന്ന് അവർ നടപ്പിലാക്കിയ എല്ലാ യുദ്ധങ്ങളിലും അവർ കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ വന്നത് എന്തായിരിക്കാം വാസ്തവത്തിൽ ഈ റിൻസൺ ജോസിന് ഇതിലുള്ള പങ്ക് എന്നതിനെ പറ്റിയുള്ള ഒരു നിരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ കാഴ്ചപ്പാട് സ്വതന്ത്രമാണ്. അത് ഒരുപക്ഷെ തെറ്റിപ്പോയേക്കാം. എൻ്റെ നിരീക്ഷണത്തിൽ അങ്ങനെ ഒരു തെറ്റുവരുന്ന പക്ഷം അത് ഉൾക്കൊണ്ടു പോകുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ റിൻസൺ ജോസ് എന്നറിയപ്പെടുന്ന ആ മലയാളിയെ ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ മൊസാദ് അവരുടെ പക്ഷത്ത് ചേർത്തുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ട ആവശ്യകത വാസ്തവത്തിൽ അവർക്കില്ല. അതിൻ്റെ കാരണം അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം IT വിദഗ്ധനാണ്, AI മേഖലകളിൽ പ്രാഗൽഭ്യമുണ്ട്, അദ്ദേഹത്തിന് ഈ മേഖലകളിലുള്ള പ്രാവീണ്യം ഉള്ള ആളുകളെ പരിചയമുണ്ട്, അദ്ദേഹത്തിന് അത്തരത്തിൽ കമ്പനിയുണ്ട്, ഇത്തരം ഡിവൈസുകൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയറോ ഒക്കെ ഉണ്ടാക്കുന്ന പരിശീലനമുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ബന്ധം വരുന്നത് ഇദ്ദേഹം ഇടനിലക്കാരനായി വർത്തിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളുടെ ഇടനിലക്കാരനായി വർത്തിച്ചുകൊണ്ട് ഈ പ്രമുഖ കമ്പനികളുമായി ഡീല് നടത്തുന്നു. അപ്പോൾ പണത്തിൻ്റെ ഒരു ഇടപാടാണ് ഇദ്ദേഹത്തിന് കൂടുതലുമെങ്കിൽ ഇദ്ദേഹത്തിന് ആരോടായിരിക്കും ബന്ധം? സ്വാഭാവികമായിട്ടും അത് ഹിസ്ബുള്ളയുടെ അല്ലെങ്കിൽ ഈ ലെബനനിലെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. നിങ്ങൾക്ക് തോന്നുന്നു ഈ ഹിസ്ബുള്ള അവിടെ ലേബലിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇത്ര ഈ പേജർ വേണം എന്നൊരു കൊട്ടേഷൻ കൊടുക്കുകയല്ല. അതിനൊക്കെ അതിൻ്റേതായ ഒട്ടേറെ വസ്തുതകളുണ്ട്, ഒട്ടേറെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് അവർ തങ്ങൾക്ക് അനുകൂലമായി കിട്ടുന്ന ഒരു കൊട്ടേഷൻ ഉപയോഗിക്കുന്നു. ആ കൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് അത് തങ്ങൾക്ക് അത് പണത്തിൻ്റെ കുറവോ കൂടുതലോ അല്ല, മറിച്ച് അവരുടെ ഫെസിലിറ്റീസ് എന്തൊക്കെ വേണം എന്ന് പറയുന്നു, അതിൻ്റെ ക്വാളിറ്റി നിർദ്ദേശിക്കുന്നു. ആ ക്വാളിറ്റിക്ക് അനുസൃതമായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്ന് സപ്ലൈ ചെയ്യുന്ന ആൾ പറയുന്നു. ആ പണം വാങ്ങുന്നു, അദ്ദേഹം നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെടും. ഈ നിർമ്മാണ കമ്പനി അതിന് തയ്യാറാവുന്നു. ഇതിനിടയ്ക്ക് എവിടെ വച്ചാണ് ഈ മൊസാദ് ഇതിനകത്ത് കടന്ന് അതിൻ്റെ ഹാർഡ്വെയറിൽ കൃത്യമായി ഇങ്ങനെ സ്ഫോടനമുണ്ടാക്കുന്ന ഒരു ഏതെങ്കിലും തരത്തിലെ സൂക്ഷ്മമായ ഒരു സംവിധാനം അതിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഇവിടെയാണ് അന്വേഷിക്കേണ്ടത്. അതിന് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇത്തരത്തിലെ ഇടനിലക്കാരെ അറിയിച്ചുകൊണ്ട് ഒരിക്കലും മൊസാദിന് ഇത് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ കാരണം ഇതേതെങ്കിലും തരത്തിൽ ലീക്കായാൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ അവർക്കറിയാം. മാത്രമല്ല അവരിങ്ങനെ ഏതെങ്കിലും ഇടനിലക്കാരെ ഉപയോഗിച്ചാൽ ഒരിക്കലും അവരുടെ പേര് വിവരമൊന്നും പുറത്തു വരികയില്ല. അതിനുള്ള സംവിധാനം അവർക്കുണ്ട്. കാരണം ഇനി എത്രയോ കൈമറിഞ്ഞാവും ഇവർ കാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്
അതിലെ കാര്യം. അല്ലെങ്കിൽ നമുക്കൊക്കെ ഇങ്ങനെ എടുത്ത് ചർച്ച ചെയ്യാവുന്ന വിധത്തിൽ ഈ ജോസ് എന്നറിയപ്പെടുന്ന റിൻസൺ ജോസ് എന്നറിയപ്പെടുന്ന ഈ സുഹൃത്തിൻ്റെ പേരോ അനുബന്ധ കാര്യങ്ങളോ ഇസ്രയേൽ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്താലൊന്നും പുറത്തു വരില്ല. അവർക്കതിനെ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ വഴികളും അറിയാം. അടുത്തത്, ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ നടത്തിപ്പിൻ്റെ വിജയത്തിലെ ആ റിസ്ക് എലമെൻറ്റ്സ് പോലെ തന്നെ ഇതിൻ്റെ പോസ്റ്റ് ഓപ്പറേഷൻ ഒരു ഏരിയയുണ്ട്. അതിലുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ റിസ്ക് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇതും നന്നായി ചർച്ച ചെയ്തിട്ട് അത് അന്തർദേശീയ വേദികളിൽ എങ്ങനെയെല്ലാം അതിൻ്റെ പ്രയാസ പ്രശ്നങ്ങളുണ്ടാകും, ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കും, ഇതെല്ലാം അവർ നോക്കും. ഫോറിൻ പോളിസികളെ ബാധിക്കുമോ, ഇതെല്ലാം ചിന്തിക്കും. ഇനി മറ്റൊന്ന്, ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ഒന്നും ഇതിനകത്തില്ല. അതിൻ്റെ കാരണം കൂടി പറയാം. ഈ റിൻസൺ ജോസ് എന്ന് പറയുന്ന ആൾ നാളുകൾക്കപ്പുറത്ത് ഇന്ത്യ വിടുന്നു. അദ്ദേഹം ഇപ്പോൾ ചെന്ന് ഒരു നോർവീജിയൻ പൗരനായിത്തീരുന്നു. അദ്ദേഹത്തിന് ബൾഗേറിയ കേന്ദ്രീകരിച്ച് ഒരു കമ്പനി ഉണ്ടാവുന്നു. ആ കമ്പനി ഇവർക്ക് ഇടനിലക്കാരനായി വർത്തിച്ചുകൊണ്ട് ഇത്തരം ഡിവൈസസ് സപ്ലൈ ചെയ്യുന്നു. അതിൽ ഇന്ത്യക്ക് എന്താണ് റോൾ? കാരണം ഒരാൾ ഇന്ത്യൻ പൗരത്വം പൂർണ്ണമായി ഉപേക്ഷിക്കാതെ അയാൾക്കൊരു വിദേശ പൗരത്വം കിട്ടില്ല. അല്ലെങ്കിൽ ഒരാൾ വിദേശ പൗരനാകുന്നതോടെ ഇന്ത്യയിലെ പൗരാവകാശങ്ങൾ പൂർണ്ണമായും അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. ഇത് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. ഇപ്പോൾ ഇന്ത്യയിലും ഒരു വിദേശ രാജ്യത്ത് ഒരുപോലെ പൗരനായിരിക്കാം. തെറ്റായ ഒരു പ്രചരണമാണ്. ഇന്ത്യ ഇതുവരെ അങ്ങനെ ഇരട്ട പൗരത്വം എന്ന ഒരാശയം ഒരു വിധത്തിലും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. അത് എവിടെയും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യ അങ്ങനെ അനുവദിക്കുന്നില്ല. ആ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഉള്ളത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, OCI എന്നുള്ള ഒരു സ്റ്റാറ്റസാണ്. വാസ്തവത്തിൽ ഈ OCI എന്ന ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജനിച്ചു വളർന്നിട്ട് വിദേശ പൗരത്വം സ്വീകരിച്ച ആളിന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അവർക്കുള്ള അവകാശം എന്ന് പറയുന്നത് വിസ ഇല്ലാതെ ഇന്ത്യയിലെത്താം. ഇനി OCI കാർഡ് ഒരാൾ എടുക്കുന്നില്ല എങ്കിൽ അയാൾ നമ്മുടെ അനുജനോ ജ്യേഷ്ഠനോ സഹോദരനോ ആണ്. അയാൾ അമേരിക്കയിലോ മറ്റേതെങ്കിലും രാജ്യത്ത് പൗരനായെങ്കിൽ നമ്മൾ വിസ കൊടുക്കാതെ ഇവിടേക്ക് വരാൻ കഴിയില്ല. അപ്പോൾ OCI കാർഡ് ഹോൾഡർക്ക് ഇത്തരം ഒരു വിസയുടെ ആവശ്യമില്ല. അയാൾക്ക് ഇന്ത്യയിലേക്ക് ഏത് സമയത്തും വരാം, ഇന്ത്യയിൽ നിന്ന് തിരിച്ചും പോകാം. അപ്പോൾ പ്രത്യേകിച്ച് വിസ എന്നൊന്നും വേണ്ട. ഇനി അടുത്തത്, ഈ OCI കാർഡ് ഹോൾഡർക്ക് ഇന്ത്യയിൽ ഒരു തരം പൗരാവകാശവും ഇല്ല. അവർക്ക് മനുഷ്യാവകാശങ്ങളുണ്ട്. അവർക്ക് നമ്മുടെ രാജ്യത്ത് സൗജന്യ ചികിത്സ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടും. പക്ഷെങ്കിൽ അതുപോലെ ഇവർക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചില ഏരിയകളുണ്ട്. വോട്ട് ചെയ്യാൻ വയ്യ, തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സമ്മതിദാന പട്ടികയിൽ അവരുടെ പേര് കാണാൻ പാടില്ല. അവർക്ക് അത്തരം കാർഡുകൾ അതിൻ്റെ ഹോൾഡേഴ്സ് ആയിരിക്കാനായിട്ട് കഴിയില്ല. അവർക്ക് ഇവിടെ കൃഷിഭൂമി വാങ്ങാൻ കഴിയില്ല. അവർക്ക് നമ്മുടെ തന്ത്രപ്രധാന ഏരിയകൾ സന്ദർശിക്കാൻ പാടില്ല. മൃഗശാല സന്ദർശിക്കുന്നത് പോലും അവർക്ക് വിലക്കുണ്ട് എന്നുള്ളതാണ് OCI സംബന്ധിച്ച നിബന്ധനകളിൽ കാണുന്നത്. അപ്പോൾ ഇന്ത്യൻ പൗരൻ്റെ അവകാശങ്ങളോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും കാര്യങ്ങളില്ല. എന്നാൽ അവർക്ക് നമ്മുടെ രാജ്യത്ത് വരുന്ന ഒരു വിദേശിക്ക് കിട്ടുന്ന മനുഷ്യാവകാശങ്ങളും പരിഗണനകളും സ്നേഹവും ഇതെല്ലാം ഉണ്ട്. ഈ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുക, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും, ഇതൊക്കെ റെഡിയാണ്. ഇതിനൊന്നും പ്രശ്നമില്ല. പക്ഷെങ്കിൽ ഇവരുടെ പേരിൽ ഇന്ത്യക്കകത്ത് വെച്ച് അവരൊരു കുറ്റവാളിയായിത്തീരുകയോ അവരൊരു പരാതിക്കാരനായിത്തീരുകയോ ചെയ്താൽ അതിനൊക്കെ കൃത്യമായ നടപടി നമ്മുടെ രാജ്യത്തുണ്ടാവും. അവർ പരാതിക്കാരൻ എന്ന നിലയിൽ കോർട്ടിൽ പോയാൽ അവർക്ക് അർഹിക്കപ്പെട്ട നീതി കിട്ടും. എന്നാൽ അവർ കുറ്റവാളിയെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് അനുസൃതമായിട്ട് അദ്ദേഹത്തെ ശിക്ഷിക്കും. വിസ വയലേഷൻ നടത്തി OCI കാർഡിൻ്റെ റൂൾസ് വയലേറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ അവരെ ഡിപ്പോർട്ട് ചെയ്യും. ഇതെല്ലാം ഇവിടെയുണ്ട്. ഇവിടെ നിൽക്കാൻ പിന്നെ കഴിയില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. കുറ്റത്തിൻ്റെ ലഘുത്വം അനുസരിച്ച് അതാണ് ശിക്ഷ. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ നമ്മുടെ ഈ മാന്യ സുഹൃത്ത് അയാൾ ഇത്തരത്തിലൊരു കുറ്റത്തിലേർപ്പെട്ടെങ്കിൽ, ഇത് ഒരു കുറ്റമായി വിധിക്കപ്പെടുന്നെങ്കിൽ, വിശകലനം ചെയ്യപ്പെടുന്നെങ്കിൽ ഇന്ത്യക്ക് എടുക്കാവുന്ന സമീപനം എന്തെന്ന് ഓൾറെഡി നമ്മുടെ ഇത്തരം നിയമാവലികൾ കൃത്യമായി പറയുന്നുണ്ട്. അയാളുടെ മീതെ ശിക്ഷ വിധിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. കാരണം അയാളൊരു വിദേശ പൗരനാണ്. രണ്ട്, സംഭവം നടന്ന ഇന്ത്യയിലല്ല, ഇന്ത്യയുടെ ആ ജൂറിസ്ഡിക്ഷനകത്ത് വരാത്ത ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അന്വേഷിക്കാവുന്നത് ഈ സംഭവത്തിന് ഏതെങ്കിലും ഇന്ത്യയിലേക്ക് വേരുകളുണ്ട്, എന്തെങ്കിലും കണക്ഷൻ നമ്മളുമായിട്ടുണ്ടോ, ഇതൊക്കെ അംഗീകരിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും ആയ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ഇൻ്റലിജൻസ് വെറുതെ ഇരിക്കുകയാണ്, ഇതൊന്നും അന്വേഷിച്ചില്ല? അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം രാജ്യങ്ങൾ തമ്മിൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുടെ കണക്ഷനുണ്ട്.
വിശേഷിച്ച് ഇസ്രയേലും ഇന്ത്യയും പോലെ രാജ്യങ്ങൾ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ അറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഇവിടെ കിടന്ന് കാണിക്കുന്ന അത്രയും ഊർജ്ജസ്വലതയുടെ ആവേശത്തിൻ്റെ ഒന്നും ആവശ്യം ഈ ഒരു വിഷയത്തിലില്ല എന്ന് തന്നെയാണ് വസ്തുതാപരമായിട്ടുള്ളത്. ഇനി അങ്ങനെയല്ല, ഈ പറയുന്ന റിൻസൺ ജോസ് എന്ന ആൾ കൃത്യമായി മൊസാദിൻ്റെ ഒരു ചാരനോ ഏജൻറ്റോ ഒക്കെ ആയിട്ടാണ് രംഗപ്രവേശം ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് ഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുണ്ടെങ്കിൽ അത് അദ്ദേഹം നേരിട്ടുകൊള്ളട്ടെ, നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പ്രഥമ ദൃഷ്ടിയായുള്ള വായനയുടെ അടിസ്ഥാനത്തിൽ റിൻസൺ ജോസ് എന്നറിയപ്പെടുന്ന ഈ സുഹൃത്ത് ഇന്ത്യ ഏതെങ്കിലും ഇദ്ദേഹത്തെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന പ്രചാരവും, അതല്ല അദ്ദേഹം ഒരു ക്രിസംഗിയാണ്, അതുകൊണ്ട് ഹിസ്ബുള്ള തകരുന്നെങ്കിൽ തകരട്ടെ എന്ന നിലയിൽ ചെയ്തതാണെന്നോ ഒന്നുമുള്ള വിശകലനത്തിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്രേ ഉള്ളൂ, ഇസ്രയേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ ഹിസ്ബുള്ള നിരന്തരം ചൊറിയുന്നു. അപ്പോൾ ഹിസ്ബുള്ളയ്ക്കൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തൽക്കാലം ഇസ്രയേൽ കൊടുക്കുന്നു. കാരണം നിങ്ങളുടെ തട്ടകത്തിൽ കടന്നല്ല, നിങ്ങളുടെ ശരീരത്തിൽ കടന്ന് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും, ഇതാ കണ്ടുകൊള്ളൂ. ഇത് മാത്രമാണ് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്നതിലേക്ക് കൊടുത്തത്. മാത്രമല്ല, നമ്മൾ കേൾക്കുമ്പോൾ ഒരു ചെറിയ കാര്യമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതെന്താ, കയ്യിൽ നിന്ന് പേജർ പൊട്ടിത്തെറിച്ചു, കുറേ പേര് മരിച്ചു. പക്ഷെ മരിച്ചവരാരാണെന്നറിയണ്ടേ? ഇറാൻ്റെ അംബാസഡർ അടക്കം ഇതിൽ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ നിരവധി ആൾക്ക് ഇപ്പോൾ മരണസംഖ്യ 50ഓളം എത്തിയിരിക്കുന്നു. ഇതൊക്കെ ഔദ്യോഗിക കണക്കാണ്, അതിൽ വേറെ ആയിരിക്കും മരണസംഖ്യ. ആയിരക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ പ്രത്യാഘാതമുണ്ടായിരിക്കുന്നു. തദനന്തരം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ കഴിയാതെ, മറ്റിതര ഡിവൈസസ് ഉപയോഗിക്കാൻ കഴിയാതെ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ കഴിയാതെ ഒരു പരിഭ്രാന്തി അവിടെ പിടിച്ചിരിക്കുന്നു. ഈ പരിഭ്രാന്തി കേവലം ഈ ഹിസ്ബുള്ളയ്ക്ക് മാത്രമല്ല, അതങ്ങ് ഇറാനിലും പരന്നിരിക്കുന്നു. കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാനിലെ ആയത്തുള്ള ഖൊമൈനിയുടെ മാനസിക പുത്രൻ എന്ന് വേണമെങ്കിൽ പറയാം. ഹിസ്ബുള്ളയുടെ പ്രാണേതാവ് എന്ന് പറയുന്നത് ആയത്തുള്ള ഖൊമൈനിയാണ്. അപ്പോൾ ഖൊമൈനി അടക്കമുള്ള ആളുകളുടെ ഉള്ളിൽ വല്ലാത്ത ഭയം തട്ടിയിരിക്കുന്നു. ഒരു പാനിക് സിറ്റുവേഷൻ ഈ രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്നത് ലെബനനിലെ ഒരു ഷിയ ഓർഗനൈസേഷനാണ്. ഇത് ഒരു തീവ്രവാദപരമായിട്ട് നമ്മുടെ ഇസ്രയേൽ, അതുപോലെ തന്നെ ഒരു വെസ്റ്റേൺ വിരുദ്ധ ഇസ്രയേൽ വിരുദ്ധ സംഘടനയാണ്. അവർക്ക് അവരുടേതായ അജണ്ടകളുണ്ട്. അപ്പോൾ അതിൽ ആയത്തുള്ള ഖൊമൈനിയുടെ ബ്രെയിനാണ് അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി പണം മുടക്കുകയും ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്ന ഇറാൻ്റെ തന്ത്രങ്ങൾക്കുമേറ്റ തിരിച്ചടിയാണ്. ഏതായാലും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഇത്തരം ആലോചനകളുടെ, ഇത്തരം ആശയ പിൻബലങ്ങളുടെ പിന്നിൽ ഇറങ്ങിത്തിരിച്ചിട്ട് അവർ ചെന്നുപെട്ടിരിക്കുന്ന ചതിക്കുഴിയുടെ ആഴമാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ അജിംസും നിഷാദ് റാവുത്തരും ദാവൂദും പ്രിയപ്പെട്ട ഹാഷ്മി താജ് ഇബ്രാഹിമും ഒന്നും കരഞ്ഞിട്ട് കാര്യമില്ല. എന്തോ ഒരു ആവേശമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ വാർത്ത അവതരിപ്പിക്കുമ്പോൾ. കാരണം ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ ഇവർക്ക് അന്നേരം മനുഷ്യാവകാശമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ കരയുന്നു, സ്ത്രീകൾ കൊല ചെയ്യപ്പെടുന്നു, മോശമാണ്. പക്ഷേ ഭയങ്കര ആവേശമാണ്. തിരിച്ചിതേ അവസ്ഥ ഇപ്പുറത്തുണ്ടാകുമ്പോൾ പൊട്ടിക്കരയുകയാണ്. ഇത് ചോരച്ചൊരിച്ചിലിനോട് ഒരേ സമീപനം കാണിക്കണ്ടേ? ഒരേ മാനസികാവസ്ഥ വേണ്ടേ? ഇവിടെ രാഷ്ട്രീയപരമായ ശരി ഇസ്രയേലിൻ്റെ പക്ഷത്താണ്. അതുകൊണ്ട് മാത്രം അവരുടെ രാഷ്ട്രീയപരമായ ശരിക്കൊപ്പം നമ്മൾ നിൽക്കുമ്പോഴും മരണവും ഇത്തരത്തിലെ ആക്രമണങ്ങളും അതിനാൽ കൊല ചെയ്യപ്പെടുന്ന മനുഷ്യജീവിതങ്ങളും അത് വിലപിടിപ്പുള്ളതാണ് എന്ന് എവിടെ കൊല നടന്നാലും തിരിച്ചും മറിച്ചുമായിരുന്നാലും ഉള്ള ഒരു ബോധം നമുക്ക് വേണം. പക്ഷേ ഈ മരണത്തിലൊരു പ്രത്യേകതയുണ്ട്. ഇത് സാമാന്യ ജനങ്ങളല്ല ഈ മരിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈ പേജർ കയ്യിലുള്ള തീവ്രവാദത്തിന് വേണ്ടി ഈ സാധനം ഉപയോഗിക്കുന്ന മറ്റുമുള്ള മനുഷ്യരെ യാതൊരു തത്വദീക്ഷയും കൂടാതെ വകവരുത്താൻ പ്രാകൃതങ്ങളായ മതാശയങ്ങളുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന തീവ്രവാദികളായ മനോരോഗികളാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ചോര ചൊരിയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് വിശ്വസിക്കുന്ന ഇത്തരം ആളുകളുടെ മരണത്തിൽ ഒരു ശരാശരിക്കാരൻ്റെ ദുഃഖത്തിനപ്പുറത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വേദന ഇവരെക്കുറിച്ചുള്ള ഇത്രേ ഉള്ളൂ. ഇവരുടെ മതപരമായ അഭ്യസനം ഇങ്ങനെ വഴിപിഴിപ്പിച്ച് കളഞ്ഞല്ലോ. ഇനിയെങ്കിലും ഇത്തരം തീവ്രമായ കാട്ടറവി ബോധത്തിൻ്റെ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സംസ്കാരത്തെ വിട്ട് മനുഷ്യൻ നേരായ പാതയിൽ നടക്കാൻ ഇത് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെത്തിയാൽ പോലും, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞ് 72 ഹൂറിമാരോടൊപ്പം അർമാദിക്കാൻ അവരാഗ്രഹിക്കുന്ന മനുഷ്യരിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കൂടി അവർക്ക് നഷ്ടമായിരിക്കുന്നു. അപ്പോൾ ഇവിടെയും പ്രതീക്ഷയില്ല, പരലോകത്തിലും പ്രതീക്ഷയില്ല. അതുകൊണ്ട് പരലോകം ഇന്ന് ആകെപ്പാടെ ശൂന്യമായിരിക്കും. കാരണം വലിയ ആഗ്രഹത്തോടെ കാത്തിരുന്ന 72 ഹൂറികൾ നോക്കുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ ദാ വരുന്നു, ആവശ്യമുള്ള ഡിവൈസ് കയ്യിലില്ലാതെ, ഡിവൈസ് ശരീരത്തിലില്ലാതെ ദാ വന്നിരിക്കുന്നു. ആകെപ്പാടെ നിരാശയില്ലേ? അപ്പോൾ ഇത്തരത്തിലെ യാതൊരു അടിസ്ഥാനമില്ലാത്ത ഫലിത ചിന്തകളെ ഒക്കെ നമുക്ക് കടപുഴകി എറിഞ്ഞുകൊണ്ട് നേരായ വഴിയിൽ പോകാൻ, മനുഷ്യത്വ ബോധത്തോടെ ജീവിക്കാനുള്ള
ആ വലിയ ഉത്തരവാദിത്വം, ആ കടമ, ആ കർത്തവ്യം നിറവേറ്റാൻ കഴിയട്ടെ, വകതിരിവും പരിജ്ഞാനമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.